ഇന്ന് നമ്മൾ കാണാൻ വന്നിരിക്കുന്നത് കാർ ബൂട്ട് സെയിൽ എന്ന് പറഞ്ഞൊരു സംഭവമാണ്. കാർ ബൂട്ട് സെയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാറിൻ്റെ ബൂട്ടിൽ ഇട്ട് സാധനങ്ങൾ വിൽക്കുക. പക്ഷേ ഈ കാണുന്ന കാറുകളൊക്കെ ആ കാർ ബൂട്ട് സെയിലിലെ സാധനങ്ങൾ വാങ്ങാൻ വന്നിരിക്കുന്ന കാറാണ്. അത് നമ്മളും അങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്. നമ്മളും വന്ന് £1 കൊടുത്ത് ഇവിടെ പാർക്ക് ചെയ്തു. ഇനി ഇതേപോലെ തന്നെ കാറിൻ്റെ ഉള്ളിൽ സാധനങ്ങൾ വിൽക്കുന്ന ഒരു ടീമുണ്ട്. അതാണ് ഈ കാണുന്നത്. അവർ ഇതിൻ്റെ ഉള്ളിൽ വരാൻ അവർക്ക് വേറൊരു കാശുണ്ട്. എനിക്ക് തോന്നുന്നത് £5 £7 ആണെന്ന് തോന്നുന്നുണ്ട്. പക്ഷെ ആ കാറ് കൊണ്ടുവന്നിട്ട് അതിൻ്റെ ഉള്ളിൽ അതിൻ്റെ ബൂട്ടിലുള്ള എന്ത് സാധനവും അവർക്ക് വിൽക്കാം. നമ്മളിത് ഇടയ്ക്ക് വരാറുണ്ട്. ഇത് സമ്മറിലും സ്പ്രിങ്ങിലും ആണ് ഉള്ളത്, വിൻ്ററിൽ ഇല്ല. ഇതിലെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരാരും ലാഭത്തിന് വേണ്ടി വരുന്നതല്ല കേട്ടോ. ഈ സാധനങ്ങൾ അവരുടെ ഗ്യാരേജിലോ അവരുടെ വീട്ടിലിരുന്ന് അവർക്ക് യൂസ്ഫുൾ അല്ലാണ്ട് വേറെ ആർക്കെങ്കിലും യൂസ്ഫുൾ ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് വരുന്നതാണ്. എന്തെങ്കിലും ചെറിയ ചെറിയ കുട്ടി സാധനങ്ങൾ എനിക്ക് എപ്പോഴും കിട്ടാറുണ്ട്. അപ്പം അത് കാരണം ഇവിടെ വരുന്ന ഒരു ഇൻട്രസ്റ്റ്. ഇത് പല സ്ഥലങ്ങളിലുണ്ട്. നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെയുള്ള ഒരു സ്ഥലത്താണേ. ഇതിൽ കുറേ ആക്രി സാധനങ്ങളാവുകയെ എന്നാലും ഒരു രസമാണ്. ഇങ്ങനെ അത് വിൽക്കാനുള്ളൊരു മനസ്ഥിതി ഉണ്ടല്ലോ, അവർക്കും ഒരു നേരം പോക്ക് നമുക്കും. അതേ കണ്ട ഹാമർ, ഇതൊക്കെ അയാൾക്ക് ആവശ്യമില്ല, പക്ഷെ വേറെ ആൾക്കാർക്ക് ആവശ്യം ഉണ്ടാവും. ഇതിനൊക്കെ അതൊക്കെ ഇതെന്തോ ഇത് ഷാർക്കോ ഫിഷോ എന്തോ ഷോ പീസസ് ആണ്. പിന്നെ അതെ കുറേ കുഞ്ഞി കാറുകൾ. നമ്മൾ വീട്ടിൽ വെറുതെ ഒരു പ്രായം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിള്ളേർ ഇതൊന്നും കളിക്കില്ല. അപ്പോൾ ഇത് 50 ഇത് എത്ര 4 എണ്ണത്തിന് £1 വിൽക്കുന്നത്. അപ്പോൾ ഇത് ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് ഇത് വാങ്ങാം. ഇത് ഓൾഡ് റേഡിയോ, നോക്കിയ സ്യൂട്ട് കേസ്, രസമുണ്ടല്ലേ. ഐവീനെ കൊണ്ടുവന്ന് ആദ്യമായിട്ടാട്ടോ ഞങ്ങൾ കാർ ബൂട്ട് സെയിലിൽ വരുന്നത്. പക്ഷെ ഇവിടെ വേറെ പട്ടികളെയും കൊണ്ടുവന്നിട്ടുണ്ട്, അവൾക്കും ഇഷ്ടമായി. അപ്പോൾ അത് നോക്കി ബ്ലെൻഡഡ് സ്കോച്ച് വിസ്കിയുടെ ഓക്കെ ഓക്കെ കൊള്ളാം അല്ലേ. എന്തോ സാധനം, ഇതൊക്കെ ഷോ പീസസ് ആട്ടോ, ഷോ പീസസ് ആണ്. ഇത് മറ്റേ പണ്ട് കാലത്തെ ബേണറാന്ന് തോന്നുന്നുണ്ട്. ഇതിൽ ഓയിലല്ലല്ലോ, ഫ്യൂവൽ എന്തെങ്കിലും ഒഴിച്ചിട്ട് ഇത് കത്തിക്കണതാന്ന് തോന്നുന്നുണ്ട്. ബ്ലോ ടോർച്ച് പോലത്തെ, ഇപ്പോഴത്തെ ബ്ലോ ടോർച്ച് പോലത്തെ. ഇതൊന്നും ഇത് ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കുന്നവരും ഇവിടെ വരും കേട്ടോ, അവരുടെ മാർക്കറ്റിംഗ് വേണ്ടിയിട്ട്. ഇത് ഇവർ സ്കൾപ്ചർ ചെയ്യുന്ന ആൾക്കാരാണ് കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ടില്ലേ, ഒരു സ്കൾപ്ചർ ഉണ്ടാക്കിയിട്ട് അതുമ്പോൾ മോസ് ഇത് ചെയ്തിരിക്കുക, ഗ്രോ ചെയ്തിരിക്കുക. അത് കൊള്ളാം. അങ്ങനത്തെ ഒരു വിൽക്കാൻ വരും, അവരുടെ ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ആണ്. പക്ഷേ ഇതും അത്ര വലിയ വിലയുടെ അല്ല, ചെറിയ വിലയുടെ, ചെറിയ എന്താ പറയുക, ഹോം മെയ്ഡ് ക്രാഫ്റ്റ് സാധനങ്ങളാണ് തോന്നുന്നത്. അത് കൊള്ളാം. ഇയാളുടെ അടുത്ത് ചോദിക്കാം, ഇയാളാണ് ഇതിൻ്റെ ഉടമസ്ഥൻ തോന്നുന്നുണ്ട്. അല്ല ഇയാളല്ല കേട്ടാ, അത് ഡമ്മിയാണ്. ഞാൻ വിചാരിച്ചു ഇയാളാണ് ഇതിൻ്റെ ഓണർ എന്ന്. ഇയാളല്ല ഓണർ. ഇത് വേണമെങ്കിൽ വാങ്ങി വയ്ക്കാം, ഓണത്തിൻ്റെ വടംവലിക്ക് യൂസ് ചെയ്യാം. വടാണോ അത്? ഓ ഈ സാധനം ഇത് നമ്മുടെ വീട്ടിൽ ഓൾറെഡി നമ്മൾ വാങ്ങി വെച്ചിട്ടുണ്ട്, ഒരു മണി. ഇതിൻ്റെ വേറെ ഫോം ഇട്ടാ അല്ല, ഇത് ഈ സെയിം സാധനം നമ്മുടെ വീട്ടിലുള്ളത് അല്ലേ, ഓൾമോസ്റ്റ് സെയിം. ഇതേപോലത്തെ ഒരു മൂങ്ങ തന്നെയാണ്. വേറൊരു വീഡിയോയിൽ കാണിച്ചു തരാം കേട്ടോ, നമ്മുടെ വീടിൻ്റെ മുമ്പിൽ തൂക്കിയിട്ടിരിക്കണം ഇങ്ങനെ ഒരു സാധനം. പക്ഷെ ഇത് മറ്റേ ചൈനീസ് ടൈംസ് ആണ്, വിൻഡ് ടൈംസ് ഇല്ലേ സൗണ്ട് വരുന്നത്. പക്ഷെ നല്ല ബ്യൂട്ടിഫുൾ സൗണ്ടാട്ടോ. ഇവിടെ എപ്പോഴും കാറ്റുള്ള കാരണം എപ്പോഴും സൗണ്ട് വരും പുറത്ത് ഇട്ടാൽ. ഈ കാർ ബൂട്ട് സെയിലിൽ വരുന്നതുകൊണ്ട് വേറൊരു ഗുണം കൂടി ഉണ്ട് കേട്ടോ. ഇവിടെ നല്ല ചൂട് ബർഗർ കിട്ടും. അത് കഴിക്കാനാണ് മെയിൻലി വരുന്നത്, അതും പറയണമല്ലോ. ഇതൊക്കെ എത്രയോ വർഷങ്ങൾ പഴയതായിട്ടുള്ള ഗാർഡൻ സെറ്റുകളാണ്. ഇതൊക്കെ ഒരു ആൻറ്റിക് പീസായിട്ട് വീടുകളിൽ വെക്കുന്നവരുണ്ട്. എനിക്ക് ആവശ്യമുള്ളൊരു സാധനം ഞാൻ കണ്ടുപിടിച്ചു. ഒരു ചെറിയ ഒരു ഫ്ലവർ വേസ് അല്ല, എനിക്കൊരു ടെറേറിയ ഉണ്ടാക്കണം. അതിന് വേണ്ടിയിട്ടാണ്. ഇത് ഇവിടെ £1 ഉള്ളൂ. പുറത്ത് ഇവിടെ തന്നെ എന്തെങ്കിലും അത് വാങ്ങണമെങ്കിൽ ഒരു മിനിമം £7 £8 കൊടുക്കണം. അത് മിനിമം ആണ്. അപ്പം അതുകൊണ്ട് ഞാനത് വാങ്ങി, ഞാൻ ഹാപ്പിയായി. £1 എൻ്റെ കാര്യം സാധിച്ചു. ഒന്നും വാങ്ങിയില്ല എന്ന് വേണ്ട. ടെറേറിയം ചെയ്യാൻ വേണ്ടിയിട്ട് £1 ഈ ഗ്ലാസ് വേസ് നാട്ടിൽ അല്ല, ഈ ഗ്ലാസ് വേസ് ഇവിടെ നല്ല പുറത്ത് നല്ല കാശുണ്ട്. ഇവിടെ ആയതുകൊണ്ട് £1 കിട്ടിയ. അപ്പോൾ ഓവറോൾ ഇത് കുറേ സാധനങ്ങളുണ്ട്. വീട്ടിലുള്ള എല്ലാ അക്കറി സാധനങ്ങളും അവർക്ക് വേണ്ടാത്തത് ഇവിടെ കാർ ബൂട്ടിൽ കൊണ്ടുവന്ന് വിൽക്കും. ആവശ്യമുള്ളവർക്ക് വാങ്ങാം. അതെ അവിടെ കുറച്ച് പ്ലാന്റ്സ് ഉണ്ട് കേട്ടോ, വേണമെങ്കിൽ പ്ലാന്റ്സ് വാങ്ങാം. പ്ലാന്റ്സ് കണ്ടാൽ നമ്മൾ വാങ്ങും, അതാണ് പ്രശ്നം. അയ്യോ, do you know which year this might be? Well, the pre-war, they'd be before the war. Oh, before the war, Yeah, right. so probably
Or maybe just after the war, but there's a good age to those. ഓൾഡ് ബസ് ടിക്കറ്റ്സ് ആണ് ബിഫോർ വേൾഡ് വാർ ഓർ ജസ്റ്റ് ആഫ്റ്റർ വേൾഡ് വാർ 2 എന്നാണ് പറയുന്നത്. നമ്മൾ പ്രൈസ് വരെ എഴുതിയിട്ടുണ്ട്. How much is it? 21? There's two and a half pence. 2.5 pence. 2.5 pence. Yeah. How much has it gone up? It's tiny amount. Yeah. But then people didn't Couldn't buy afford. weight Yeah. relatively. It was probably still cheaper. Yeah. And basically the same again for storing whatever. But you'd write on that with a bit soft. You put a sheet of paper on. Dad is going to kill him. But it's seen better days. But it's a lovely box. It's beautifully made. Yeah. What's that for? Do you want it? Yeah. So, what you were saying? These, that number 1085, that would be, say, your number Okay. if you work for that company. Right. And in order to get your money, you'd have a wages tin. That's Okay. your wages tin. Right. And your wages of 3 shillings and tuppence halfpenny would be put in there. Yeah. And the number on this one, it's just written on. It doesn't correlate with that. Oh, okay. And then you'd hand that in. You'd give And that. you get the right. Okay. And then that's another one. That's a railway one. Okay. Is that again a similar thing? Yeah. Yeah. This is the more common size. Right, That's okay. a rare size. Yeah. Okay. So everybody had their number. And Yeah. ഇപ്പത്തെ അക്കൗണ്ടിൽ സാലറി വരുന്ന പോലെ പണ്ട് എങ്ങനെയാണ് ശമ്പളം വിതരണം ചെയ്തത് അതാണ് അയാൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പൊ ഈ നമ്പർ ഉണ്ടെങ്കിൽ ഇതൊരു അയാളുടെ എംപ്ലോയി നമ്പറാണ്. ആ നമ്പറിന്റെ തന്നെ സെയിം കൊടുക്കുക അവരവിടെ വെക്കും. അതിലാണ് സാലറി ഇടുക. അപ്പൊ അത് മാച്ച് ചെയ്യുകയാണെങ്കിൽ അവർക്ക് എടുത്തോണ്ട് പോവാം എന്നാണ് അയാൾ പറയണത്. ഇത് വളരെ പണ്ടുള്ളതാണ് കേട്ടോ. അതിന്റെ എക്സ്പ്ലനേഷൻ ആണേ. Right. And then this is for the little balance wheel. You know the wheels that go. Yeah. Yeah. The tiny ones will fit in between there. Oh. And if your wheel is out of alignment, Okay. then you can adjust these. Right. It's a measure. It's a scale. Say hello. She's very silly. That's it. Oh, she's very calm, isn't it? Yeah. She wants to play all the time. Yeah. She's 3. Okay, she's 3 as well. Okay. Yeah, അങ്ങനെ കാർബൂട്ട് സെയിലിൽ ഞങ്ങൾ വേറൊരു അൽസേഷ്യൻ ഡോഗിനെ പരിചയപ്പെട്ടു. അവൾ ഓടി വന്നതാട്ടോ ഞങ്ങളുടെ ഐവിയുടെ കൂടെ കളിക്കാൻ. പക്ഷെ ഐവി ഇതേ പേടിച്ചിട്ട് എൻ്റെ കാലിൻ്റെ ഇടയിൽ കൂടെയാണ് അവളുടെ ലീഷ് പോയിരിക്കുന്നത്. കാരണം അവൾ ഓടാൻ പോവായിരുന്നു ഈ ഡോഗിൻ്റെ സൈസ് കണ്ടിട്ട്. പക്ഷെ ആ ഡോഗ് ഭയങ്കര കാം ആൻഡ് ഭയങ്കര മെച്ചുവേർഡ് ആയിട്ടുള്ള ഒരു ഡോഗാണ്. പക്ഷെ സൈസ് കണ്ടാൽ പേടിക്കും. അവളും പേടിക്കും നമ്മളും പേടിക്കും. കാരണം അത് കുറച്ച് ഫാസ്റ്റായിട്ട് നമ്മുടെ അടുത്തേക്ക് വന്നത്. പക്ഷെ നമ്മുടെ അടുത്ത് വന്ന് അതിങ്ങനെ കിടന്നു. ഒരു ലീഷിലായിരുന്നു എന്തായാലും. എന്നാലും ഭയങ്കര ഒരു കാമ ഇതാ. പക്ഷെ ഐവിതേ പേടിച്ചിട്ടിരിക്കണണ്ട. പേടിച്ചതേ പോവാന്നാണ് എൻ്റെ അടുത്ത് പറയണം. പോവാന്ന് മതിന്ന് ഇതിനെ കണ്ടത് മതിന്ന്. ഒന്നും പറയുന്നത് കേൾക്കണില്ല. അവരാണെങ്കിൽ ഇവളെ കുറിച്ച് പൊക്കി അടിക്കുന്നുണ്ട്. ഭയങ്കര ക്യൂട്ടാണ് ബ്യൂട്ടിഫുൾ ആണെന്നൊക്കെ പറഞ്ഞിട്ട്. അതൊന്നും കേൾക്കണ്ട. അത് കണ്ട മറ്റേ അൽസേഷ്യൻ ഡോഗ് അവിടെ കിടന്നു. See you later. See you later. I'm saying final bye-bye. Give you a little kiss, bye-bye. Now she's got Yeah, no, I think she's getting Right. Nice meeting you. Cheers. Bye.